ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്ന് നക്ഷത്രമോളുടെ പിറന്നാളാണ് കേട്ടോ. പിറന്നാളായിട്ട് ഞങ്ങൾ കണ്ണനെയൊക്കെ നല്ലതുപോലെ അണിയിച്ചൊരുക്കി, പിറന്നാൾ കുട്ടിക്ക് പിറന്നാൾ സദ്യയൊക്കെ ഒരുക്കി, കേക്കൊക്കെ മേടിച്ചു. കേക്കൊക്കെ മേടിച്ചാലും നമുക്കൊരു സന്തോഷം, പിറന്നാൾ സദ്യ കഴിക്കുന്നിടത്തോളം ഒന്നും വരത്തില്ലല്ലോ. അപ്പോൾ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി, പായസം അടക്കം ഉണ്ടാക്കി അവർക്ക് പിറന്നാളൊരുക്കി. പിന്നെ കേക്കൊക്കെ മേടിച്ച് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഉള്ള സ്ഥലത്തോട്ട് പോയി. അവിടെ പോയി അമ്മമ്മ, അച്ഛൻ എല്ലാവരുടെയൊക്കെ മുന്നിൽ നിന്ന് കേക്കൊക്കെ മുറിച്ച്. ഞങ്ങൾ കേക്ക് മുറിച്ചപ്പോൾ സന്ധ്യയായി കേട്ടോ. അപ്പം അതിന് മുന്നേ എടുത്ത വീഡിയോ കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം കേക്കൊക്കെ മുറിച്ച് അവർക്കും കൊടുത്ത് ഞങ്ങളവിടെ രാമേശ്വരത്തപ്പൻ്റെ അമ്പലത്തിൽ പോയി തൊഴുത് ഞാനും അച്ഛനും ഏട്ടനും തിരിച്ചു വന്നു. പിന്നെ ഞങ്ങൾ പോകുന്നതിന് മുമ്പുള്ളൊരു കുറച്ച് പ്രാവിൻ്റെ വിശേഷങ്ങളും ആ വീഡിയോ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നായിരുന്നു കേട്ടോ. പ്രാവുകൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുളിക്കലും നനയ്ക്കലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ അവർക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ വെള്ളം വെച്ച് കൊടുത്തപ്പോഴത്തെ ചൂടനുസരിച്ച് അവരെന്ത് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കുറേ പ്രാവുകൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിരിപ്പുണ്ട്. അവരുടെ നിലവിളി ഇതിനകത്ത് കേൾക്കാൻ പറ്റും. നോക്കിയോ എന്ന് പറഞ്ഞിരിക്കുകയാണ് അവർ. അപ്പോൾ ഇത്ര ദിവസം വീഡിയോ ഇടാതിരുന്നത് കൊണ്ട് തന്നെയും നമുക്ക് വീഡിയോ ഇടാൻ തോന്നത്തില്ല. നമ്മൾ മടിച്ചങ്ങിരുന്ന് ഇരിപ്പായി പോകും. പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് ഞാൻ പോയത് കേട്ടോ. അപ്പം ഏട്ടൻ നക്ഷത്രയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ച് വെച്ച ഗിഫ്റ്റുകളാണിത്. ബോയും ഒരു ടെഡി ബിയറും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അച്ഛന് ഇതൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടേട്ടാ. ജോലി സ്ഥലത്തായിരുന്നു ആൾ. അപ്പോൾ അപ്പം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ പിന്നെ ഇത് കാണുന്നതിന് വേണ്ടി ഇതിനകത്ത് ആഡാക്കി ഇട്ടതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ചായയും വാഴയ്ക്കപ്പമൊക്കെ കഴിച്ചു പയ്യെ വീട്ടിലോട്ട് വിട്ട്. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, അമ്പലത്തിലൊക്കെ പോയി ഭഗവാനെ കണ്ട് തൊഴുത്. അമ്മയൊക്കെ അവിടെ ആണ്. അപ്പം ഞാൻ സെപ്പറേറ്റാണ് താമസിക്കുന്നത് കേട്ടോ. ഏട്ടൻ്റെ അമ്മ അച്ഛനും സെപ്പറേറ്റാണ്. എൻ്റെ അച്ഛനമ്മയും സെപ്പറേറ്റാണ് താമസിക്കുന്നത്. ഞങ്ങളും വേറെ സെപ്പറേറ്റായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വരുമ്പോഴത്തേക്കും ഒന്നി നമ്മൾ അവരുടെ അടുത്തോട്ട് പോവുക, എല്ലാവരും ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അച്ഛനമ്മയ്ക്കൊക്കെ വയ്യാത്തതുകൊണ്ട് ഞങ്ങളാണ് കൂടുതൽ അങ്ങോട്ട് പോകാറുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.